നമസ്കാരം. നിങ്ങൾ കേൾക്കുന്നത് പ്രേം അൻമോൾ ഹോദ ഹായ് വാണി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് വാണി. കഴിഞ്ഞ എപ്പിസോഡിൽ സ്വപ്നിൽ തന്നെ ഒരു കാഴ്ചക്കാരനിൽ നിന്ന് കാണപ്പെടേണ്ട വ്യക്തിയാക്കി മാറ്റിയ തന്റെ ജീവിതശൈലിയെക്കുറിച്ച് വിവരിച്ചിരുന്നു. ഇന്ന് അവന്റെ ഈ ദാർശനിക മാറ്റത്തിന് പ്രചോദനമായത് ആരാണെന്നും വിവാഹം കഴിക്കില്ലെന്ന എന്റെ തീരുമാനം എങ്ങനെ തകർച്ചയുടെ വക്കിലെത്തിയെന്നും നിങ്ങൾ കേൾക്കും. പരമസുഖത്തിന്റെ സാന്നിധ്യം. സ്വപ്നിൽ തന്റെ ചിന്തകൾ തുടർന്നുകൊണ്ട് പറഞ്ഞു, സ്വന്തം സുഖത്തോടൊപ്പം മറ്റുള്ളവരുടെ നന്മയിലും പരമസുഖം കുടികൊള്ളുന്നു. ഞാൻ നിശബ്ദയായി. ബഹുമാനത്തോടെ എന്റെ തല അവന്റെ തോളിൽ ചായച്ചു. കാരണം അവൻ ഒരു ഗുരുവെപ്പോലെയാണ് തോന്നിച്ചത്. മഹാഭാരതത്തിലെയും ഗീതയിലെയും മാതൃകകൾ, സത്യസന്ധനായ യുധിഷ്ഠിരന്റെയും ഏകാഗ്രതയുള്ള അർജുനന്റെയും മാതൃകകൾ പിന്തുടരുന്നവനാണ് താനെന്ന് സ്വപ്നിൽ വിശേഷിപ്പിച്ചു. അവന്റെ ലക്ഷ്യം ഒന്നേയുള്ളൂ, ഓരോ നിമിഷത്തിൽ നിന്നും പരമാവധി സന്തോഷം കണ്ടെത്തുക. സീതയുടെ മാതൃക. എന്നെ കാണുമ്പോൾ അവന് എന്ത് പ്രചോദനമാണ് ലഭിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ സ്വപ്നിൽ ഒരു വലിയ കാര്യം പറഞ്ഞു. ഞാൻ രാവണനെപ്പോലെ ഒരു ജ്ഞാനി ഒന്നുമല്ല, പക്ഷേ എന്നിലെ തിന്മ രാവണന്റേതുപോലെയാണ്. അങ്ങനെയുള്ളപ്പോൾ ഞാൻ പ്രചോദനം ഉൾക്കൊള്ളേണ്ടത് സീതയിൽ നിന്നാണ്. നിങ്ങൾ എനിക്കൊരു സാധാരണ പെൺകുട്ടിയല്ല, സീതയെപ്പോലെയാണ് തോന്നുന്നത്. ജൈനമതത്തിന്റെ സ്വാധീനം. മാംസാഹാരം ഉപേക്ഷിക്കാനും മേരി ഭാവന പോലുള്ള കവിതകൾക്കും തനിക്ക് പ്രചോദനമായത് ആത്മാവിന്റെ പ്രാധാന്യത്തിന് ഊന്നൽ നൽകുന്ന ജൈന ദർശനമാണെന്ന് അവൻ പറഞ്ഞു. റാഞ്ചിൽ നിന്നുള്ള മടക്കം. കാറിൽ മടങ്ങുമ്പോൾ അവനെ രാശിയിൽ എന്ന് കരുതിക്കൊണ്ട് എന്റെ ജീവിതത്തിലെ പോരാട്ടങ്ങളെക്കുറിച്ചും അൽക്കമാമിന്റെ സഹായങ്ങളെക്കുറിച്ചും വിവാഹം കഴിക്കാതെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള എന്റെ പദ്ധതിയെക്കുറിച്ചും ഞാൻ വിശദമായി പറഞ്ഞു. അപൂർവമായ സന്തോഷം. എന്റെ കഥ കേട്ട ശേഷം സ്വപ്നിൽ സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ജീവിതം മഴവിൽ നിറങ്ങൾ നിറഞ്ഞതാണ്. ഈ സത്യം നിങ്ങൾ ഇവിടെ കൂടുതൽ നന്നായി മനസ്സിലാക്കുന്നുണ്ടാകും. പക്ഷേ വീട്ടിലെത്തിയപ്പോൾ രാശിയിൽ എന്റെ ദാർശനികമായ സമാധാനമെല്ലാം കെടുത്തിക്കളഞ്ഞു. കുറ്റബോധം. ഞാൻ രാശീലിനെ സഹായിക്കാനാണ് വന്നത്, പക്ഷേ സ്വന്തം സന്തോഷത്തിൽ മുഴുകിപ്പോയി എന്നൊരു കുറ്റബോധം എനിക്കുണ്ടായിരുന്നു. ഞാൻ അവളോട് ചോദിച്ചു, ആന്റി അങ്കിൾ വിചാരിക്കുന്നുണ്ടാകും ഈ പെൺകുട്ടി ഞങ്ങളുടെ മകന്റെ ചെലവിൽ സ്വന്തം സ്വപ്നങ്ങൾ നടപ്പിലാക്കുകയാണെന്ന്. ഇളയ മരുമകൾ എന്ന ടാഗ്. രാശിയിൽ ചിരിച്ചുകൊണ്ട് മറുപടി നൽകി, ആന്റി അങ്കിളിന്റെ കാര്യം നീ ഓർത്ത് വിഷമിക്കേണ്ട, അവർ നിന്നെ തങ്ങളുടെ ഭാവിയിലെ ഇളയ മരുമകളായിട്ടാണ് കാണുന്നത്. എന്നെ നാലുഭാഗത്തുനിന്നും വളഞ്ഞതുപോലെ എനിക്ക് തോന്നി. ഇതറിഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ സംശയമുയർന്നു, ആന്റി അങ്കിളിന്റെ മനസ്സിൽ ഈ ചിന്ത ആരാണ് ഇട്ടുകൊടുത്തത്? ദാർശനിക പ്രചോദനം. ജീവിത പോരാട്ടത്തിന്റെ കഥ. ഇളയ മരുമകൾ ആകാനുള്ള സാഹചര്യം. പ്രേം അൻമോൾ ഹോദ ഹായ് വാണി യിൽ നിങ്ങൾ കേൾക്കും. എപ്പിസോഡ് 47. സീതയുടെ മാതൃക. ഗീതയിലെ കർമ്മം. ഇളയ മരുമകൾ എന്ന ടാഗ്. സ്വപ്നിൽ ആകാശത്തുനിന്ന് ദൃഷ്ടി മാറ്റി എന്നെ നോക്കാൻ തുടങ്ങി. നമ്മൾ വായിക്കുന്നതും എഴുതുന്നതും വെറും ചിന്തകളിൽ മാത്രം ഒതുങ്ങരുത്. നമ്മുടെ വൈചാരികത ആഴമുള്ളതാക്കണം. നമ്മുടെ നല്ല ചിന്തകളെ കർമ്മമാക്കി മാറ്റണം. അപ്പോഴാണ് നമ്മുടെ വിദ്യാഭ്യാസം നമുക്കും ചുറ്റുമുള്ളവർക്കും ഉപകാരപ്രദമാകുന്നത്. സ്വന്തം സുഖത്തോടൊപ്പം മറ്റുള്ളവരുടെ നന്മയിലും പരമസുഖം കുടികൊള്ളുന്നു. ഞാൻ പറയുന്നത് തെറ്റാണോ? സ്വപ്നിൽ തന്നോട് തന്നെ സംസാരിക്കുന്നത് പോലെയാണ് തോന്നിയത്. അവൻ ചോദിച്ച ചോദ്യം ഒരു ഗുരു തന്റെ ശിഷ്യനോട് ചോദിക്കുന്ന കഠിനമായ ചോദ്യം പോലെയാണ്. ഞാൻ നിശബ്ദയായി. ബഹുമാനത്തോടെ ഞാൻ എന്റെ തല അവന്റെ തോളിൽ ചായച്ചു. ഞാൻ നിങ്ങളോളം ശ്രേഷ്ഠയല്ല എന്ന് കാണിക്കുന്നത് പോലെ. സ്വപ്നിൽ സ്നേഹത്തോടെ എന്റെ തോളിൽ തട്ടി. മറ്റേതെങ്കിലും പുരുഷനായിരുന്നെങ്കിൽ ഇതൊരു അവസരമായി കണ്ട് എന്നെ നെഞ്ചോട് ചേർക്കുമായിരുന്നു. അവൻ തിരികെ സോഫയിലിരുന്നു. ഞാനും അവനെ അനുഗമിച്ചു. ഞാൻ എന്നെക്കുറിച്ചുള്ള പൂർണ്ണ സത്യം നിങ്ങളോട് പറയുന്നു. സത്യത്തിനായുള്ള പ്രചോദനം എനിക്ക് ലഭിക്കുന്നത് ധർമ്മരാജനായ യുധിഷ്ഠിരനിൽ നിന്നാണ്. ചിലപ്പോഴൊക്കെ സർവജനഹിതായ സർവജനസുഖായ എന്ന ആഗ്രഹത്തോടെ ഞാൻ അവനെപ്പോലെ അർദ്ധസത്യങ്ങളും പറയാറുണ്ട്. എന്റെ ശ്രദ്ധ അർജുനനെപ്പോലെ ഒരു ലക്ഷ്യത്തിൽ മാത്രമാണ്. ഓരോ നിമിഷത്തിൽ നിന്നും പരമാവധി സന്തോഷം കണ്ടെത്തുക എന്നതാണ് എന്റെ ലക്ഷ്യം. സ്വന്തം ജീവിതം നയിക്കുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് കൂടി സന്തോഷം ഉറപ്പാക്കാൻ ഞാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ സ്വപ്നിലിന്റെ സംസാരത്തിൽ ഗീതയ്ക്ക് പകരം മഹാഭാരത നായകന്മാരുടെ മാതൃകകളാണ് വന്നത്. അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ സംസാരിക്കണമെന്നും ഞാൻ അത് കേട്ടുകൊണ്ടിരിക്കണമെന്നും ഞാൻ ആഗ്രഹിച്ചു. ഈ ഒഴുക്ക് തടസ്സമില്ലാതെ തുടരട്ടെ. ഞാൻ എവിടെ പോയാലും അവിടെ എനിക്കായി എന്തെങ്കിലും ചെയ്യാനുള്ള അവസരം തേടും. കടൽ തീരത്തു പോയപ്പോൾ സർഫിംഗ് പഠിച്ചു. മലനിരകളിൽ പോയപ്പോൾ ട്രെക്കിംഗ് ചെയ്തു. കാടുകളിൽ പോയപ്പോൾ ഫോട്ടോഗ്രാഫി ചെയ്തു. മരങ്ങളിൽ കയറാൻ പഠിച്ചു. കാട്ടിലെ ജീവികളെയും ചെടികളെയും കുറിച്ച് കൂടുതൽ അറിവ് നേടി. റാഞ്ചിലെത്തിയപ്പോൾ കുതിര സവാരി പഠിച്ചു. പല വിഷയങ്ങൾ പഠിച്ചു. പക്ഷികൾ പറക്കുന്നത് കണ്ട് ഗ്ലൈഡറിൽ പറക്കാൻ പഠിച്ചു. കായിക വിനോദങ്ങൾ എന്നെ ആകർഷിച്ചു. അങ്ങനെ ടെന്നീസിലും ഗോൾഫിലും ഞാൻ പ്രാവീണ്യം നേടി.
അങ്ങനെ ഞാൻ എന്റെ ശരീരത്തെയും മനസ്സിനെയും എപ്പോഴും തിരക്കുള്ളതാക്കാൻ തുടങ്ങി. പാർട്ടികളിലും മദ്യത്തിലും പെൺകുട്ടികളിലും സന്തോഷം കണ്ടെത്തുന്ന പഴയ ശൈലി ഞാൻ ഉപേക്ഷിച്ചു. ഞാൻ പല കലകളും വിഷയങ്ങളും പഠിച്ചു. ജീവിതത്തിൽ സന്തോഷിക്കാൻ ഒരുപാട് വഴികളുണ്ടെന്ന് മനസ്സിലാക്കി. ചുരുക്കം ചില കാര്യങ്ങളിൽ മാത്രം സമയം ചെലവഴിക്കുന്നത് ജീവിതം പാഴാക്കുന്നത് പോലെയാണ്. ഞാൻ ഈ നിഗമനത്തിലാണ് എത്തിയത്. സ്വപ്നിൽ തന്റെ സംസാരം നിർത്തി. അവൻ നിശബ്ദനായി. ഇതെല്ലാം കേട്ടപ്പോൾ എനിക്ക് എന്തോ ഒരു അപകർഷതാബോധം തോന്നാൻ തുടങ്ങി. എങ്ങനെയൊക്കെയോ ഞാൻ സ്വയം നിയന്ത്രിച്ചു. എന്റെ മസ്തിഷ്കത്തെ ഞാൻ സജീവമാക്കി നിർത്തി. ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്ന് നിങ്ങൾക്ക് തോന്നിയില്ലേ? എന്റെ മനസ്സിൽ വന്ന ചോദ്യം ഞാൻ ചോദിച്ചു. അതും മനുഷ്യജീവിതത്തിന്റെ അനിവാര്യമായ ഭാഗമായി ഞാൻ കരുതുന്നു. അതിന്റെ പ്രചോദനം എനിക്ക് ഭൂമിയിൽ നിന്നും നിങ്ങളിൽ നിന്നും ലഭിക്കുമെന്ന് ഞാൻ കരുതുന്നു, സ്വപ്നിൽ വ്യക്തമാക്കി. ഭൂവയുടെ കാര്യം, അതായത് അൽക്കമാമിനെക്കുറിച്ച് പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഇതിൽ ഞാൻ എങ്ങനെ വന്നു? എന്നെക്കുറിച്ച് സ്വപ്നിൽ എന്ത് ചിന്തിക്കുന്നു എന്നറിയാൻ എനിക്ക് ഒരവസരം ലഭിച്ചു. എന്നെപ്പോലെ ഒരു സാധാരണ പെൺകുട്ടിയിൽ നിന്ന് നിങ്ങളെപ്പോലെയുള്ള അറിവുള്ള ഒരാൾക്ക് എന്ത് പ്രചോദനമാണ് ലഭിക്കുക? ഞാൻ ആകാംക്ഷയോടെ ചോദിച്ചു. നോക്കൂ, ഞാൻ രാമായണം പഠിച്ചിട്ടുണ്ട്. എനിക്ക് മര്യാദ പുരുഷോത്തമനായ രാമനാകാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. എന്റെ പഴയ പ്രവൃത്തികൾ എന്നെ അതിന് അർഹനാക്കുന്നില്ല. ഞാൻ രാവണനെപ്പോലെ ഒരു ജ്ഞാനിയല്ല, എങ്കിലും എന്നിലെ തിന്മ രാവണന്റേതുപോലെയാണ്. അങ്ങനെയുള്ളപ്പോൾ ഞാൻ പ്രചോദനം ഉൾക്കൊള്ളേണ്ടത് സീതയിൽ നിന്നാണ്. നിങ്ങൾ എനിക്കൊരു സാധാരണ പെൺകുട്ടിയല്ല, സീതയെപ്പോലെയാണ് തോന്നുന്നത്. സ്വപ്നിൽ വളരെ വലിയൊരു കാര്യമാണ് പറഞ്ഞത്. രാമായണത്തിന്റെ സാരം അവൻ ചുരുക്കത്തിൽ പറഞ്ഞു. ഞാൻ ചിന്തിക്കുകയാണ്, എവിടെ സീതാ മാതാവ്, എവിടെ ഞാൻ? നിങ്ങൾ ഇപ്പോൾ സ്ത്രീ പുരുഷ ഭേദമില്ലാതെയാണ് കാണുന്നത് എങ്കിൽ രാവണനിലെ ആ തിന്മ, അതായത് സീതയോടുള്ള ദുഷിച്ച നോട്ടം നിങ്ങളിലില്ലല്ലോ, ഞാൻ പറഞ്ഞു. അതെ, പക്ഷെ എന്റെ ഭൂതകാലം അവിടെ തന്നെ ഉണ്ടാകുമല്ലോ. അവന്റെ ശബ്ദത്തിൽ പശ്ചാത്താപം നിഴലിക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ നിനക്ക് മേരി ഭാവന കേൾപ്പിച്ചു തന്നു. ജൈനമത വിശ്വാസികൾ അത് ചൊല്ലാറുണ്ട്. യഥാർത്ഥത്തിൽ ജൈനമതം ആത്മാവിനാണ് പ്രാധാന്യം നൽകുന്നത്. ശരീരം നശ്വരവും അജീവ്, ആത്മാവ് അനശ്വരവുമാണ്, ജീവ്. ആത്മാവിന്റെ തലത്തിൽ നമ്മൾ തുല്യരാണ്. നശിച്ചുപോകുന്ന ശരീരത്തിന് പ്രാധാന്യം നൽകുമ്പോഴാണ് സ്ത്രീ പുരുഷ ഭേദം വരുന്നത്. ആത്മാവിന് പ്രാധാന്യം നൽകിക്കൊണ്ട് എല്ലാവരെയും ഒരുപോലെ കാണാൻ എനിക്ക് അത്രത്തോളം പരിശീലനമായിട്ടില്ല. എങ്കിലും ആഴത്തിലുള്ള ചിന്തയിലായിരിക്കുമ്പോൾ എനിക്ക് എല്ലാവരും ഒരുപോലെയാണ് തോന്നാറുള്ളത്. നമ്മുടെ കുടുംബാംഗങ്ങളുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പ്രത്യേകത നീ ശ്രദ്ധിച്ചോ? ജൈനദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ അവൻ ചോദിച്ചു. ഞാൻ ആലോചിച്ച ശേഷം പറഞ്ഞു. നിങ്ങൾക്കും നിങ്ങളുടെ മമ്മയ്ക്കും വേണ്ടി വീട്ടിൽ ജൈന ഭക്ഷണം ഉണ്ടാക്കാറുണ്ടെന്നും ബാക്കിയുള്ളവർ മാംസാഹാരം കഴിക്കാറുണ്ടെന്നുമാണോ നീ ഉദ്ദേശിക്കുന്നത്? അതെ, നിന്റെ നിരീക്ഷണം ശരിയാണ്. എന്റെ മമ്മ ആദ്യമേ സസ്യാഹാരിയാണ്, പക്ഷേ ഞാൻ ജൈനമതത്തെക്കുറിച്ച് പഠിച്ച ശേഷമാണ് മാംസാഹാരം ഉപേക്ഷിച്ചത്. വായിച്ചിട്ട് അത് പഠിക്കാതിരിക്കുന്നത് വായനയ്ക്കായി ചിലവാക്കിയ സമയം പാഴാക്കുന്നത് പോലെയാണ്. ഞങ്ങൾ സംസാരം തുടരുമായിരുന്നു. അപ്പോഴാണ് പമേല വന്നത്. അതെ പമേല, ഉച്ചഭക്ഷണത്തിന് സമയമായി. നമ്മൾ കഴിക്കണം, അവൾ പറയുന്നതിനു മുൻപേ സ്വപ്നിൽ കാര്യം മനസ്സിലാക്കി. പമേല പുഞ്ചിരിച്ചുകൊണ്ട് മടങ്ങി. കുറച്ചു കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിക്കുകയായിരുന്നു. റാഞ്ചിൽ നിന്ന് മടങ്ങുമ്പോൾ എനിക്ക് സ്വപ്നിലിനോട് എന്നെക്കുറിച്ച് പറയണം. അത് ലഞ്ചിനിടെ തീരുമാനിച്ചു കഴിഞ്ഞു. ഭക്ഷണത്തിനു ശേഷം ഞങ്ങൾ കുറച്ചുനേരം കൂടി അവിടെ ചെലവഴിച്ചു. കുതിരകളെ ലാളിച്ചു. പിന്നെ ഞങ്ങൾ കാറിൽ വീട്ടിലേക്ക് മടങ്ങുകയാണ്. നാളെ മുതൽ കുതിര സവാരി പഠിക്കാൻ വരാനുള്ളതുകൊണ്ട് ഈ മടക്കം എനിക്ക് അത്ര സങ്കടകരമായി തോന്നിയില്ല. കാറിൽ മടങ്ങുമ്പോൾ സ്വപ്നിൽ ഡ്രൈവ് ചെയ്യുകയായിരുന്നു. ഞാൻ എന്നെക്കുറിച്ചും എന്റെ കുടുംബത്തെക്കുറിച്ചും വിദ്യാഭ്യാസത്തെക്കുറിച്ചും അവനോട് പറഞ്ഞു. അൽക്കമാം എന്നോട് കാണിച്ച കാരുണ്യത്തെക്കുറിച്ചും രാശിയിൽ നിന്ന് ലഭിക്കുന്ന സഹോദരതുല്യമായ സ്നേഹത്തെക്കുറിച്ചും ഞാൻ വിവരിച്ചു. എന്തുകൊണ്ടാണ് ഞാൻ വിവാഹം കഴിക്കാതെ നിൽക്കുന്നതെന്നും പരോപകാര പ്രവർത്തനങ്ങൾക്കായി ജീവിതം മാറ്റിവെക്കാനുള്ള എന്റെ പ്ലാനിനെക്കുറിച്ചും ഞാൻ അവനോട് പറഞ്ഞു. സ്വപ്നിലെല്ലാം ശ്രദ്ധയോടെ കേട്ടു. വാണി, ഒരാൾ ജീവിതത്തിൽ ഇത്രയധികം കഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ കരുതിയിരുന്നില്ല. നിങ്ങളുടെ അമ്മയും സഹോദരനും അകാലത്തിൽ വിടപറഞ്ഞത് ഹൃദയഭേദകമായ കാര്യമാണ്. നിങ്ങൾ ഇവിടെ വരാൻ സമ്മതിച്ചത് നന്നായി. ജീവിതം മഴവിൽ നിറങ്ങൾ നിറഞ്ഞതാണ്. ഈ സത്യം നിങ്ങൾ ഇവിടെ കൂടുതൽ നന്നായി മനസ്സിലാക്കുന്നുണ്ടാകും, സ്വപ്നിൽ സഹതാപത്തോടെ പറഞ്ഞു. അതെ, അത് സത്യമാണ്. ഇവിടെ വന്ന ശേഷമാണ് എന്റെ ജീവിതത്തിൽ എന്തിന്റെയൊക്കെയോ കുറവുണ്ടായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. ഞാൻ സമ്മതിച്ചു. അപ്പോഴേക്കും ഞങ്ങൾ വീട്ടിലെത്തിയിരുന്നു. രാശിയിലും ഞാനും മാത്രമായി സംസാരിക്കാൻ അവസരം ലഭിച്ചു. രാശിയിൽ സന്തോഷത്തോടെ എന്നെ കെട്ടിപ്പിടിച്ചു. എനിക്ക് എന്തോ ഒരു മടി തോന്നി. ഞാൻ വന്നത് അവൾക്ക് കൂട്ടായിരിക്കാനാണ്, പക്ഷേ ഞാൻ സ്വന്തം സന്തോഷത്തിൽ മുഴുകിയിരിക്കുകയാണ്. പരിഷ്ണി എങ്ങനെയുണ്ട് രാശിയിൽ? കുറ്റബോധം കൊണ്ട് എന്റെ ശബ്ദം താഴ്ന്നു. അവൾ സുഖമായിരിക്കുന്നു. അവളുടെ അമ്മായി കൂടിയുണ്ടല്ലോ. അവൾ പറഞ്ഞതിൽ വല്ല പരിഹാസവുമുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു. അവളുടെ മുഖഭാവങ്ങൾ വായിക്കാൻ ഞാൻ ശ്രമിച്ചു.
അവൾ സന്തോഷവതിയായിരുന്നു, എന്നോട് പരാതിയൊന്നുമുള്ളതായി തോന്നിയില്ല. രാശിയിൽ ആന്റി അങ്കിൾ വിചാരിക്കുന്നുണ്ടാകും, ഈ പെൺകുട്ടി ഞങ്ങളുടെ മകന്റെ ചെലവിൽ സ്വന്തം സ്വപ്നങ്ങൾ നടപ്പിലാക്കുകയാണെന്ന്. സ്വപ്നിൽ നാളെ മുതൽ എനിക്ക് കുതിരസവാരി പഠിക്കാനുള്ള ഏർപ്പാടുകളും ചെയ്തു കഴിഞ്ഞു. എന്റെ മനസ്സിലെ സംശയം ഞാൻ അവളോട് ചോദിച്ചു. ഓ വൗ, കുതിരസവാരി പഠിക്കാനുള്ള ആഗ്രഹം എന്റെ മനസ്സിലുണ്ടായിരുന്നു. നീ അത് ചെയ്യാൻ പോകുന്നത് എനിക്ക് സന്തോഷമാണ്. നീ ആന്റി അങ്കിളിനെ ഓർത്ത് വിഷമിക്കേണ്ട, അവർ നിന്നെ തങ്ങളുടെ ഭാവിയിലെ ഇളയ മരുമകളായിട്ടാണ് കാണുന്നത്. രാശീലിന്റെ ശബ്ദത്തിൽ സന്തോഷവും കുസൃതിയും ഉണ്ടായിരുന്നു. എന്നെ എല്ലാ ഭാഗത്തുനിന്നും വളഞ്ഞതുപോലെ തോന്നി. ആരാണ് അവരോട് ഇതൊക്കെ പറഞ്ഞതെന്ന് എനിക്കറിയണം. അങ്കിളും ആന്റിയും അങ്ങനെ വിചാരിക്കാൻ കാരണമെന്താണ്? ഇത് സ്വപ്നിൽ ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാൻ രാശീലിനെ നോക്കി പറഞ്ഞു. ജെമിനിയുടെ അവലോകനം. പ്രിയ ശ്രോതാക്കളെ, എപ്പിസോഡ് 47 വളരെ വികാരാധീനമായ ഒരു യാത്രയാണ്. വാണിയും സ്വപ്നിലും തമ്മിലുള്ള ആഴത്തിലുള്ള സംസാരങ്ങൾ അവരെ കൂടുതൽ അടുപ്പിക്കുന്നു. എപ്പിസോഡ് 47 അവസാനിക്കുന്നു.